ഹലോ, വെൽക്കം ടു ബുക്കിഷ് റൈറ്റർ. 2019 ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ഒരു രാത്രി ചിലവഴിക്കാൻ തീരുമാനിച്ചു. നൈറ്റ് വിഷൻ ക്യാമറ, ഓഡിയോ റെക്കോർഡർ, മോഷൻ സെൻസർ തുടങ്ങിയ ഉപകരണങ്ങളെല്ലാമായിട്ടാണ് അവർ എത്തിയത്. ഇന്ന് തീർച്ചയായും ആ ഗ്രാമത്തിൻ്റെ സത്യം കണ്ടെത്താനാകുമെന്നാണ് അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നത്. അങ്ങനെ അവർ ആ രാത്രിക്ക് വേണ്ടി കാത്തിരുന്നു. സമയം രാത്രി 12 മണി. ചുറ്റുപാടും എല്ലാം നിശബ്ദം. ക്യാമറകൾ എല്ലാം ഓണാണ്. സമയം മെല്ലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കൃത്യം 12:37 ആയതോടുകൂടി ഓഡിയോ റെക്കോർഡിൽ ഒരു ശബ്ദം. ആദ്യം നേരിയ രീതിയിൽ ഒരു കാറ്റുപോലെ, പിന്നീട് കൃത്യമായി കേട്ടു, പോ, ഇവിടെ നിന്നും പോ. ആദ്യം ആ സംഘത്തെ അത് ഭയപ്പെടുത്തിയില്ല. അവർ ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. അവർ അതൊരു ഇമാജിനേഷൻ ആയിരിക്കുമെന്ന് കരുതി തള്ളി. സമയം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സമയം 1:15. ഒരു ക്യാമറ പെട്ടെന്ന് ഓഫായി. ബാറ്ററി ഫുള്ളാക്കിയ ക്യാമറയാണ്. എന്നിട്ടും എന്താണ് അതെങ്ങനെ സംഭവിച്ചത് എന്ന് കരുതി അവര് പരസ്പരം നോക്കി. നേരിയ ഒരു ഭയം അവരിൽ അരിച്ചു കയറി തുടങ്ങി. എന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് അവർക്ക് തോന്നി. അതിനുശേഷം അവിടെ താഴെ മണ്ണിൽ ഒരു കാൽപാദത്തിൻ്റെ അടയാളം കണ്ടു. ഒരാൾ നടക്കുന്നത് പോലെ. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ടീം ലീഡർ എന്തോ പറയാൻ നോക്കുമ്പോൾ അവൻ്റെ പിന്നിൽ ഒരു ഷാഡോ മൂവ് ചെയ്തു. ക്യാമറ അത് ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ ഷാഡോക്ക് ഒരു സോഴ്സ് ഉണ്ടായില്ല. കുറച്ചു നേരം കൂടെ അവരവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം 2 മണിയായതോടുകൂടെ അവർക്ക് പല അസ്വസ്ഥതകളും തോന്നി തുടങ്ങി. ഇവിടെ നമുക്ക് പ്രവേശനമില്ല എന്ന് എല്ലാവരുടെ മനസ്സിലും വരാൻ തുടങ്ങി. ഉടനെ തന്നെ അവര് എക്സ്പെരിമെന്റ് നിർത്തി ഗ്രാമം വിട്ടു. കുൽദാരയിൽ എന്തോ ഒന്നുണ്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാകാത്ത എന്തോ ഒന്ന്. ഇതായിരുന്നു ആ ടീമിന്റെ റിപ്പോർട്ടായിട്ട് വന്നത്. പിന്നെ ഇത് ഒരു പഴയ കഥ മാത്രമല്ല. ഈ കാലഘട്ടത്തിൽ പോലും ആളുകൾക്ക് ഇത് വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്നും എന്തോ ഒന്ന് ഉണ്ട് എന്നാണ് അർത്ഥം. കേരളത്തിൽ നിന്നും ഏറെ അകലെയായി രാജസ്ഥാൻ മരുഭൂമിയുടെ നടുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമമുണ്ട്. അതാണ് കുൽദാര. ഇന്ന് പോലും ആ ഗ്രാമം ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ഗോസ്റ്റ് ഹണ്ടേഴ്സ്, വ്ളോഗേഴ്സ്, യാത്രക്കാർ, അങ്ങനെ തുടങ്ങി അനവധി പേർ ഇന്നും അവിടേക്ക് എത്തുന്നു. എല്ലാവരും ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം, ഇത് ശരിക്കും ഹോണ്ടഡ് ആണോ? ഇനി എന്താണ് കുൽദാര? അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒരു രാത്രി, ആ രാത്രിയാണ് എല്ലാം മാറ്റിമറിച്ചത്. അതുവരെ അവിടെ എല്ലാം സാധാരണമായിരുന്നു. പാലിവാൽ ബ്രാഹ്മണന്മാർ താമസിച്ചിരുന്ന രാജസ്ഥാൻ മരുഭൂമിയിലെ ഒരു ഗ്രാമം, അതായിരുന്നു കുൽദാര. ഒരു കാലത്ത് ഗ്രാമം സമ്പന്നതയുടെ പ്രതീകമായിരുന്നു. വ്യാപാരികളും പണ്ഡിതന്മാരുമായ ആളുകൾ ഇവിടെ താമസിച്ചു. പച്ചപ്പും സമാധാനവും നിറഞ്ഞ ഒരു സ്വർഗം പോലെ ഉള്ള ഗ്രാമം. മരുഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിച്ച ഒരു അത്ഭുതമായിരുന്നു അവർ. വെള്ളമില്ലാത്ത ഭൂമിയിൽ അവർ സങ്കീർണമായ ജലസേചന സംവിധാനങ്ങൾ നിർമ്മിച്ചു. അവർക്ക് എങ്ങനെ അത് സാധിച്ചു എന്നത് അവരോടൊപ്പം തന്നെ ഇല്ലാതായി പോയ ഒരു രഹസ്യമാണ്. ആ സമയത്ത് ജയ്സൽമീർ പ്രദേശം ഭരിച്ചിരുന്ന ദിവാനായിരുന്നു സലീം സിംഗ്. അയാൾ ശക്തനും ക്രൂരനുമായിരുന്നു. അയാളുടെ കണ്ണിൽ പെടുന്നതും ഇഷ്ടമുള്ളതുമെല്ലാം സ്വന്തമാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഗ്രാമത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടി അയാളുടെ കണ്ണിൽപ്പെട്ടു. കണ്ട മാത്രയിൽ തന്നെ അവളെ സ്വന്തമാക്കണമെന്ന് സലീം സിംഗ് വ്യാമോഹിച്ചു. അതിനായി അയാൾ ഗ്രാമക്കാരെ സമീപിച്ചു. എനിക്ക് അവളെ വേണം, ഇതായിരുന്നു ആവശ്യം. പക്ഷേ ഗ്രാമക്കാർ അതിന് തയ്യാറായില്ല. ആ പെൺകുട്ടിയെ അവർ വിട്ടുകൊടുത്തില്ല. ഒടുവിൽ അയാൾ ഗ്രാമക്കാരുടെ മുന്നിൽ ഭീഷണി സ്വരം ഉയർത്തി, അവളെ എനിക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമം ഞാൻ നശിപ്പിക്കും. ആ വാക്കുകൾ ഗ്രാമവാസികളെ ഭയപ്പെടുത്തുകയും
ക്രോധരാക്കുകയും ചെയ്തു. കാരണം അയാൾ അതിന് കഴിവുള്ള വ്യക്തിയാണെന്ന് അവർക്കറിയാമായിരുന്നു. ആ രാത്രി അവരുറങ്ങിയില്ല. ആ ഗ്രാമവാസികൾ മാത്രമല്ല, അടുത്തുള്ള ഗ്രാമങ്ങളും കൂടെ അവരോടൊപ്പം ചേർന്നു. അവർ ഒരു രഹസ്യ യോഗം ചേരുകയും ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. മരണം സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷെ ഒരിക്കലും ആത്മാഭിമാനം വിൽക്കില്ല. ഇതായിരുന്നു അവരുടെ തീരുമാനം. അന്ന് ഒരു അമാവാസി രാത്രിയായിരുന്നു. ആകാശത്ത് ഒരു നക്ഷത്രം പോലും ഉണ്ടായിരുന്നില്ല. മരുഭൂമി നിശബ്ദം. പക്ഷേ ആ നിശബ്ദതയിൽ ഒരു വലിയ സംഭവം നടന്നു. ആയിരക്കണക്കിന് ആളുകൾ ശബ്ദമില്ലാതെ, ഹൃദയം മുറിക്കുന്ന വേദനയോടെ വീടുകൾ വിട്ടിറങ്ങി. അവർ സ്വന്തം ഗ്രാമം വിട്ട് അകലേക്ക് നടന്നു. പക്ഷേ പോകുമ്പോൾ അവസാനമായി വേദനയോടെ ആ ഗ്രാമത്തിന് ഒരു ശാപം നൽകി. ഈ ഭൂമി ഇനി ആരെയും സ്വീകരിക്കില്ല. ഇവിടെ ആരെങ്കിലും താമസിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ജീവിതവും ശാപമായി മാറും. പിറ്റേന്ന് പുലർച്ചെ സൂര്യൻ ഉദിച്ചു. ദിവാന്റെ സൈന്യം ഗ്രാമം ലക്ഷ്യമാക്കിയെത്തി. പക്ഷെ അവിടെ ശൂന്യമായിരുന്നു. ഒരു ജീവൻ പോലും ഉണ്ടായിരുന്നില്ല. ആരെയും കാണാതെ ദിവാൻ തിരിച്ചു പോയെങ്കിലും അന്ന് അതങ്ങനെ വിട്ടു. പക്ഷേ പിന്നീടാണ് അവിടെ ഭയാനകമായ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. ആ സ്ഥലത്ത് താമസിക്കാൻ ചിലർ ശ്രമിക്കേണ്ടായി. പക്ഷേ അപ്രതീക്ഷിതമായ രോഗങ്ങൾ കൊണ്ടും അസാധാരണമായ ശബ്ദങ്ങൾ കൊണ്ടും അവിടെ അവർക്ക് താമസിക്കാൻ സാധിച്ചില്ല. ചിലർക്ക് മനോനില നഷ്ടപ്പെട്ടു. രാത്രികളിൽ ആ വീടുകളിൽ നിന്നും ശബ്ദം കേൾക്കാമെന്ന് പറയപ്പെടുന്നു. കാൽപ്പാടുകൾ, നിശബ്ദമായ കരച്ചിൽ, അവിടെ നമുക്ക് ചുറ്റും ഒരാളുണ്ട് എന്ന് തോന്നുന്ന വിചിത്രമായ അനുഭവങ്ങൾ. ഇങ്ങനെ നീളുന്നു ഓരോരോ കാര്യങ്ങൾ. അതോടുകൂടെ അവിടെ ആരും താമസിക്കാതെയായി. ഇന്നും കുൽധാര ഒരു ഗോസ്റ്റ് വില്ലേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. സഞ്ചാരികളും മറ്റും പകൽ പോയി തിരിച്ചു വരും. രാത്രി അവിടെ താമസിക്കാൻ ആരും ധൈര്യപ്പെടില്ല. ആ ഗ്രാമത്തിലെ ആളുകൾ എവിടെ പോയി? അവരുടെ ശാപം ഇന്നും പ്രവർത്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെയും ഈ സത്യമൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് യുവർ തോട്ട്സ്.